So here today's topic is relation between multiplication and division. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ തമ്മിലുള്ള ബന്ധമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. സോ 7 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 28. ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രോബ്ലമാണ്. 7 ഇൻറ്റു 4 മൾട്ടിപ്ലൈ ചെയ്തു. രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഒരു ഉത്തരം കിട്ടി. ആ ഉത്തരത്തിന് പറയുന്ന പേരാണ് പ്രോഡക്റ്റ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിന് പറയുന്ന പേരാണ് പ്രോഡക്റ്റ്. ഈ ഡിവിഷനാണ് ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് 28/4 എന്ന് വെച്ചാൽ ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഒരു ആൻസർ കിട്ടിയല്ലോ 28, പ്രോഡക്റ്റ് കിട്ടി. അതേ പ്രോഡക്റ്റിനെ നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്ത രണ്ട് നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത നമ്പർ ആയിരിക്കും നമുക്ക് ആൻസറായി കിട്ടുക. അപ്പോൾ ഞാനിവിടെ 28 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസർ 28 ആണ്. ആ 28നെ ഇതിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക ഈ ആദ്യത്തെ നമ്പർ ആയിരിക്കും 7. ഓക്കെ, അതുപോലെ ഈ 28നെ തന്നെ നമ്മൾ ഇനി 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുക ഈ 4 ആയിരിക്കും. അപ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിന് പറയുന്ന പേരാണ് കോഷ്യൻ്റ്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിന് പറഞ്ഞ പേര് പ്രോഡക്റ്റ്. ഡിവിഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിന് പറഞ്ഞ പേരാണ് കോഷ്യൻ്റ്. ഇനി റിമൈൻഡർ എന്ന ടേം കൊണ്ട് എന്ന് വെച്ചാൽ ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 28/4, 28ൽ എത്ര 4 ഉണ്ട്, അല്ലെങ്കിൽ 28നെ നമ്മൾ 4ൻ്റെ എത്ര ഗ്രൂപ്പാക്കി മാറ്റാം, അല്ലെങ്കിൽ 28നെ ഈക്വലായിട്ട് ഒരേപോലെ 4 പാർട്ട് എത്ര 4 പാർട്സ് ആക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൻസർ 7 ആണ്. ഓക്കെ, കറക്റ്റ് 7 ആൻസർ കിട്ടും, 7 ഗ്രൂപ്പ്സ് കിട്ടും, ബാക്കിയൊന്നും ഉണ്ടാവില്ല. സോ ഇവിടുത്തെ റിമൈൻഡർ 0 ആണ് വരിക. ഒന്നുകൂടി പറയാം, രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിന് പറഞ്ഞ പേരാണ് പ്രോഡക്റ്റ്. ഇനി രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിന് പറഞ്ഞ പേരാണ് കോഷ്യൻ്റ്. ഡിവിഷനിൽ വരുന്ന കുറച്ച് ടേംസ് ആണ് ഡിവിഡൻറ്റ്, ഡിവൈസർ, കോഷ്യൻ്റ്, റിമൈൻഡർ. സോ ഈ ഒരു ഡിവിഷൻ്റെ ക്വസ്റ്റ്യൻ 28/4 is equal to 7. So here dividend is the first number 28. ഈ ഡിവിഷൻ്റെ ക്വസ്റ്റ്യനിൽ ഇത് തന്ന ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും ഡിവിഡൻറ്റ്. ഫസ്റ്റ് കൊടുക്കുന്ന നമ്പർ, അതാണ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഏത് നമ്പറിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഈക്വലി ഷെയർ ചെയ്യേണ്ടത്, അതിനെയാണ് ഡിവിഡൻറ്റ് എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ 28/4 equal to 7 എന്ന ക്വസ്റ്റ്യനിൽ 28 ആണ് ഡിവിഡൻറ്റ്. നെക്സ്റ്റ് ടേം ഈസ് ഡിവൈസർ. ഡിവൈസർ ഹിയർ ഈസ് 4. 28 എന്ന നമ്പറിനെ എന്തുകൊണ്ടാണ് നമ്മൾ ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 4 അല്ലേ. അപ്പോൾ ആ 4 ആണ്, അല്ലെങ്കിൽ ഈ ഏത് നമ്പറാണ് ഡിവൈഡ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, അതാണ് ഡിവൈസർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 28നെ 4ൻ്റെ എത്ര ഗ്രൂപ്പാക്കി മാറ്റാം. ഇപ്പോൾ 28 സ്വീറ്റ്സ് ഉണ്ട്. ഓക്കെ, 28 സ്വീറ്റ്സിനെ 4 വീതമുള്ള എത്ര ഗ്രൂപ്പുകളാക്കാം, അല്ലെങ്കിൽ എത്ര പാക്കറ്റുകളാക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 7 പാക്കറ്റ് ആക്കാം. അപ്പോൾ ഇവിടെ ഡിവൈസർ എന്ന് പറഞ്ഞാൽ ഈ ഡിവിഡൻറ്റിനെ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറാണ് ഡിവൈസർ. സോ ഹിയർ ദ ഡിവൈസർ ഈസ് 4. ഈ ഒരു കേസ് ആണെങ്കിൽ 28/7 ആണെങ്കിലോ ഡിവൈസർ ഏത് വരും? ഈ 7 ആയിരിക്കും ഡിവൈസർ. ഞാനിവിടെ ക്വസ്റ്റ്യൻ എടുക്കുന്നത് 28/4 is equal to 7 ആണ്. സോ ഹിയർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദ ഡിവൈസർ ഈസ് 4. സോ ഡിവൈസർ ഈസ് 4. നൗ നെക്സ്റ്റ് വൺ ഈസ് കോഷ്യൻ്റ്. ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറിന് പറയുന്ന പേരാണ് കോഷ്യൻ്റ്. സോ 28/4 is equal to 7. ഹിയർ 7 ഈസ് ദ കോഷ്യൻ്റ്. ഇനി റിമൈൻഡർ. ഇവിടെ റിമൈൻഡർ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ഈ 28നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 28 ഈക്വൽ ഷെയറാക്കി മാറ്റാം. ഇപ്പോൾ 28 സ്വീറ്റ്സ് ഉണ്ട്. സ്വീറ്റ്സിനെ നമുക്ക് 4 വീതമുള്ള എത്ര പാക്കറ്റ് ആക്കാം?
7 പാക്കറ്റ്. അങ്ങനെ 7 പാക്കറ്റ് ആക്കിക്കഴിഞ്ഞാൽ ബാക്കിയൊന്നും ഉണ്ടാവില്ല. കറക്റ്റായിട്ട് നമുക്ക് ഓരോ പാക്കറ്റിലും 4 വീതം വെക്കാൻ പറ്റും. ബാക്കിയൊന്നുമില്ല. അതുകൊണ്ടാണ് റിമൈൻഡർ ഒന്നും എഴുതാത്തത്. അപ്പോൾ ഇവിടെ റിമൈൻഡർ ഒന്നുമില്ല. ദറ്റ് ഈസ് നത്തിങ് മീൻസ് 0. ഇനി ഇത് വെച്ച് നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ്, ഇപ്പോൾ ഇവിടെ ഈ ഒരു 28 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു 7 എന്ന് നമ്പേഴ്സിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഇതിനൊരു ഇക്വേഷൻ ഫോം ആക്കുകയാണ്. ഡിവിഡൻറ്റ് ദറ്റ് ഈസ് 28 ഡിവൈഡഡ് ബൈ ഡിവൈസർ ദറ്റ് ഈസ് 4 ഈസ് ഈക്വൽ ടു കോഷ്യൻറ്റ് ഈസ് 7 പ്ലസ് റിമൈൻഡർ. ഓക്കെ, റിമൈൻഡർ 0 ആണ്. സോ ഡിവിഡൻറ്റിനെ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക കോഷ്യൻ്റ് ആണ്. അതിൻ്റെ കൂടെ റിമൈൻഡറും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് 28 ഡിവൈഡ് ബൈ 4 ഞാൻ 7 ആൻസർ എഴുതിയിട്ടുണ്ട്. ഈ 7 എങ്ങനെ ആൻസർ കിട്ടിയെന്ന് അറിയണ്ടേ. നമുക്ക് ഡിവിഷൻ ചെയ്യാൻ 3 മെത്തേഡ് ഉണ്ട്. ഒന്ന് സബ്ട്രാക്ഷൻ മെത്തേഡാണ്, രണ്ടാമത്തത് നമുക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും പിന്നെ ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് ചെയ്യുന്നത്. ചെറിയ നമ്പേഴ്സ് അല്ലേ, അപ്പോൾ നമുക്ക് എളുപ്പമാണ്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചതുമാണ്. അപ്പോൾ 28 ഡിവൈഡ് ബൈ 4 എന്ന് വെച്ചാൽ ഈ 4നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 28 ആൻസറായി കിട്ടുക എന്നാണ് നോക്കേണ്ടത്. 4നെ നമുക്ക് 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കുകയാണെങ്കിൽ അതിൽ 4ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28 കിട്ടുക? 7 അല്ലേ. അപ്പോൾ 7 ആയിരിക്കും ആൻസർ വരിക. നെക്സ്റ്റ് 7ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 28 കിട്ടുക? ടേബിൾ നോക്കുകയാണെങ്കിൽ 7 × 4 ഈസ് 28. അപ്പോൾ ഇവിടുത്തെ ആൻസർ 4 ആണ്. ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ തരാം. 36 ഡിവൈഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 4. ഞാൻ ഇവിടെ 4 ആൻസർ എഴുതിയിട്ടുണ്ട്. പക്ഷെ നോക്കിയേ, ഇങ്ങനെ 36 ഡിവൈഡ് ബൈ 9 മാത്രം തരികയാണെങ്കിൽ എങ്ങനെ ആൻസർ കണ്ടെത്താം? നമുക്ക് 9ൻ്റെ ടേബിളാണ് അറിയേണ്ടത്. ഡിവൈസർ 9 ആണ്, ഡിവിഡൻറ്റ് 36 ആണ്. അപ്പോൾ ഡിവൈസർ 9 ആയതുകൊണ്ട് 9ൻ്റെ ടേബിളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. 9ൻ്റെ ടേബിളിൽ എപ്പോഴാണ് 36 ആൻസറായി കിട്ടുക? 9ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 36 കിട്ടുന്നത്? ദറ്റ് ഈസ് 9 × 4 ഈസ് 36 അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ 4 ആയിരിക്കും. അപ്പോൾ 9 × 4 ഈസ് ഈക്വൽ ടു 36. ഇവിടെ വേറെ റിമൈൻഡർ ഒന്നുമില്ല, 0 ആണ് റിമൈൻഡർ. അതുകൊണ്ട് വേറെ ഒന്നും നമ്മൾ ചെയ്യാനില്ല. കറക്റ്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എക്സസൈസിന് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നുകൂടി പറയാണ്. ഇവിടെ ഡിവിഡൻറ്റ് 36 ആണ്, ഡിവൈസർ 9 ആണ്, കോഷ്യൻറ്റ് 4 ആണ്. അപ്പോൾ ഡിവൈസറിനെ കോഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിവിഡൻറ്റ് ആൻസറായി കിട്ടും. ഓക്കെ, ഡിവൈസറിനെ കോഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിവിഡൻറ്റ് ആൻസറായി കിട്ടും. ഇനി റിമൈൻഡറും കൂടി ഉണ്ടെങ്കിലോ, ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഡൻറ്റ് കിട്ടും. ഇക്വേഷൻ നോക്കാം. ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ. ക്വസ്റ്റ്യൻ നമുക്ക് ഡിവിഡൻറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഡിവൈസറും കോഷ്യൻറ്റും റിമൈൻഡറും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെ ഡിവിഡൻറ്റ് കാണാം? തന്ന ഡിവൈസറിനെ കോഷ്യൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കൂടെ റിമൈൻഡർ ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. LSS എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ക്വസ്റ്റ്യന് ആൻസർ സോൾവ് ചെയ്യേണ്ടത്. This is a question. When a number is divided by 3, the quotient is 20 and the remainder is 2. What's the number? When a number, ഒരു നമ്പറിനെ is divided by 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ the quotient is 20. quotient എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനെയാണ് quotient എന്ന് പറയുന്നത്. quotient 20 ആണ്, ആൻസർ 20 ആണ്. ആൻഡ് ദ റിമൈൻഡർ ഈസ് 2. റിമൈൻഡർ ബാക്കി കിട്ടുന്ന 2 ആണ്. വാട്ട് ഈസ് ദ നമ്പർ? ആ നമ്പർ എന്തായിരിക്കും? ഇത് നമ്മൾ ഈ സെൻറ്റൻസിനെ നമ്മളൊരു മാത്തമാറ്റിക്കൽ ഫോമിലോട്ട് എഴുതുമ്പോൾ വെൻ എ നമ്പർ, ഏത് നമ്പറാണ് നമുക്കറിയില്ല, നമ്മൾ ജസ്റ്റ് ഒരു ബ്ലാങ്ക് ഇട്ട് കൊടുത്തു. വെൻ എ നമ്പർ ഡിവൈഡ് ബൈ 3, ഓക്കെ, വി ഗെറ്റ് കോഷ്യൻറ്റ് 20 ദറ്റ് ഈസ് ഈക്വൽ ടു 20 ആൻഡ് ദ റിമൈൻഡർ 2. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് വേണം ആൻസർ കണ്ടെത്താൻ. അപ്പോൾ ഇവിടെ ഈ നമ്പർ എന്താണ്? ഫസ്റ്റ് ഏത് നമ്പറിനാണ് ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിന് പറഞ്ഞ പേരാണ് ഡിവിഡൻറ്റ്. അപ്പോൾ ഡിവിഡൻ്റ് ആണ് ഇവിടെ കണ്ടെത്തേണ്ടത് അല്ലേ. അപ്പോൾ ഡിവിഡൻറ്റ് കണ്ടെത്താൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ.
അപ്പോൾ ഡിവൈസർ 3 ആണ്, കോഷ്യൻ 20 ആണ്, റിമൈൻഡർ 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈസർ ഇൻറ്റു കോഷ്യൻ ദാറ്റ് ഈസ് 3 ഇൻറ്റു 20 പ്ലസ് റിമൈൻഡർ ദാറ്റ് ഈസ് പ്ലസ് 2. 3 ഇൻറ്റു 20 പ്ലസ് 2. ഫസ്റ്റ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. സോ 3 ഇൻറ്റു 20 ഈസ് 60 പ്ലസ് 2 ദാറ്റ് ഈസ് 62. അപ്പോൾ 62 ആണ് ഇവിടുത്തെ ഡിവിഡൻറ്റ് വരിക. ആ നമ്പർ വാട്ട് ഇസ് എ നമ്പർ എന്ന് ചോദിച്ച നമ്പർ 62 ആണ്. ദാറ്റ് ഈസ് എ ഡിവിഡൻറ്റ്. ഇതുപോലെ വേറെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ നമ്പർ വാസ് ഡിവൈഡ് ബൈ 4 ദ കോഷ്യൻ്റ് ഈസ് 12 ആൻഡ് ദ റിമൈൻഡർ ഈസ് 2 വാട്ട്സ് എ നമ്പർ. അപ്പോൾ ഇവിടെ ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോഷ്യൻ്റ് 12 ആണ്, റിമൈൻഡർ 2 ആണ്. ആ നമ്പർ ഏതാണ്, ആ ഡിവിഡൻറ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിവൈസർ ഏതാണ്, 4 അല്ലേ, കോഷ്യൻ്റ് 12 ആണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റെപ്പ് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഇക്വേഷൻ വേണം, ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ. സോ ഡിവൈസർ ഈസ് 4 ഇൻറ്റു കോഷ്യൻ ദറ്റ് ഈസ് 12 പ്ലസ് റിമൈൻഡർ 2. സോ 4 ഇൻറ്റു 12 എത്ര ആയിരിക്കും, 4 ഇൻറ്റു 12, 4 ഇൻറ്റു 2 ഈസ് 8, ദെൻ 4 ഇൻറ്റു 1 ഈസ് 4, 48 പ്ലസ് 2, 48 പ്ലസ് 2 ഈസ് 50. സോ 50 ആണ് ആ നമ്പർ വരുന്നത്. 50 ഈസ് ദ ഡിവിഡൻറ്റ്. ഓക്കെ, ഇവിടെ 4 ഇൻറ്റു 12 ഞാനിവിടെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നു, ഈ 12നെ സ്പ്ലിറ്റ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എളുപ്പത്തിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12നെ സ്പ്ലിറ്റ് ചെയ്താൽ 10 പ്ലസ് 2 ആണ് 12. 4ന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 40 കിട്ടും. ദെൻ 4ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടും. സോ 40 പ്ലസ് 8 ഈസ് 48. 48 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 50. സോ 50 ഈസ് ദ ഡിവിഡൻറ്റ്, അല്ലെങ്കിൽ ആ നമ്പർ ഏതാണ്, 50 ആണ് നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസ്റ്റെഡ് ഓഫ് ഡിവൈഡിങ് എ നമ്പർ ബൈ 4 ഇറ്റ് വാസ് ഡിവൈഡഡ് ബൈ 2 ആൻഡ് ദ ആൻസർ വാസ് 60. വാട്ട് വിൽ ബി ദ ആൻസർ ഇഫ് ദാറ്റ് നമ്പർ ഇസ് ഡിവൈഡ് ബൈ 4? ഇൻസ്റ്റെഡ് ഓഫ് ഡിവൈഡിങ് എ നമ്പർ ബൈ 4, ഒരു നമ്പറിനെ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടിയിരുന്നത്. ഇൻസ്റ്റെഡ് അതിന് പകരം ചെയ്യേണ്ടിയിരുന്നത് 4 കൊണ്ടാണ്, പക്ഷെ പകരം ചെയ്തതോ ഇറ്റ് വാസ് ഡിവൈഡ് ബൈ 2. ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ശരിക്കും ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ്. അതിന് പകരം അറിയാതെ 4ന് പകരം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ ആൻഡ് ദ ആൻസർ വാസ് 60. ആൻസർ കിട്ടിയത് 60 ആണ്. അപ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിന് പറഞ്ഞ പേരാണ് കോഷ്യൻ്റ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കോഷ്യൻ്റ് 60 ആണ്. ഡിവൈസറോ ഇറ്റ് വാസ് ഡിവൈഡ് ബൈ 2. അപ്പോൾ ഈ 2 ആണ് ഡിവൈസർ വരിക. വാട്ട് വിൽ ബി ദ ആൻസർ ഇഫ് ദാറ്റ് നമ്പർ ഈസ് ഡിവൈഡ് ബൈ 4? അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടിയിരുന്ന നമ്പറിനെ അറിയാതെ മാറിപ്പോയില്ലേ, അറിയാതെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കിട്ടിയ ആൻസർ 60 ആണ്. നമ്മോട് ചോദിക്കുന്നത് വാട്ട് വിൽ ബി ദ ആൻസർ, എന്തായിരിക്കും ആൻസർ ഇഫ് ദാറ്റ് നമ്പർ ഇസ് ഡിവൈഡ് ബൈ 4? ശരിക്കും ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ആ നമ്പർ ഏതാണെന്ന് കണ്ടെത്തണം. അപ്പോൾ ആ നമ്പർ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്കിവിടെ ഡീറ്റെയിൽസ് തന്നിട്ടുള്ള ഡിവൈസറും കോഷ്യനും തന്നിട്ടുണ്ട് അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കോഷ്യൻ 60 കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ആ നമ്പർ ഏതാണെന്ന് കണ്ടെത്താം, ദാറ്റ് ഈസ് ഡിവിഡൻറ്റ് ഏതാണെന്ന് കണ്ടെത്താം. സോ ഇവിടെ ഡിവൈസർ 2 ആണ്, കോഷ്യൻ്റ് 60 ആണ്. അപ്പോൾ ഇക്വേഷൻ ഇറ്റ് ഈസ് ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ എന്ന ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യുകയാണ്. ഇവിടെ ഡിവൈസർ 2 ആണ്, കോഷ്യൻ 60, റിമൈൻഡർ ഇല്ല 0 ആണ്. സോ 2 ഇൻറ്റു 60 എത്രയാണ്, 120. ഈ 120 ആണ് ഡിവിഡൻറ്റ് എന്ന് വെച്ചാൽ നമ്പർ 120 ആണ്. പക്ഷെ ഇവിടെ നമ്പർ കണ്ടെത്താനല്ല പറഞ്ഞിട്ടുള്ളത്, വാട്ട് വിൽ ബി ദ ആൻസർ, എന്തായിരിക്കും ആൻസർ ഇഫ് ദാറ്റ് നമ്പർ ഇസ് ഡിവൈഡ് ബൈ 4? നമുക്ക് ഡിവിഡൻറ്റിനെ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും ആൻസർ, കോഷ്യൻ്റ് എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡിവിഡൻറ്റ് കിട്ടി 120. ഇനി ഈ 120യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, കാരണം അതാണ് ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് അല്ലേ. സോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 120 ഡിവൈഡ് ബൈ 4 എത്രയായിരിക്കും? 4ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 120 കിട്ടുക നോക്കുക. ഈ 120യിൽ ലാസ്റ്റ് 0 ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും ക്വസ്റ്റ്യനിലും ഒരു 0 ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ കോഷ്യൻ്റെ കൂടെയും ഒരു 0 ഉണ്ടായിരിക്കും.
നമുക്ക് 4ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 120 എന്നല്ലേ ചോദിച്ചത്. അപ്പോൾ 4ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പറിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ 0 ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെയും 0 വന്നിട്ടുള്ളത്. ഇനി 12 കിട്ടാൻ 4ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 4 × 3 ആണ് 12. സോ ഹിയർ 4 × 3 12. നോക്കിയേ, നമ്മൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 × 3 12 കിട്ടും. 4 × 0 0, ദറ്റ് ഈസ് 120. അപ്പോൾ ഇതാണ് കോഷ്യൻ്റ് വരുന്നത്. സോ 30 ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 times a number is 615. What is 6 times that number? 5 times എന്ന് പറഞ്ഞാൽ അവിടെ ടൈംസ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നതാണ്, ഇൻറ്റു അല്ലേ. 5 times a number. 5 into a number is 615. 5ൻ്റെ കൂടെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 615 ആണ് ആൻസർ കിട്ടുക, പ്രോഡക്റ്റ് കിട്ടുക. വാട്ട് ഈസ് 6 times ദാറ്റ് നമ്പർ? അങ്ങനെയെങ്കിൽ അതേ നമ്പറിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും ആൻസർ? നമുക്കിവിടെ നമ്പർ ഏതാണെന്ന് അറിയില്ല അല്ലേ. അപ്പോൾ ആദ്യം നമ്പർ കണ്ടെത്തണം, എങ്കിലേ നമുക്ക് ആൻസർ കിട്ടൂ. സോ 5 times എ നമ്പർ, 5 into എ നമ്പർ അറിയില്ല, അതുകൊണ്ട് ഞാൻ ബ്ലാങ്ക് ഇട്ടിട്ടുണ്ട്. ഈസ് 615 എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് 615 ആണ് കിട്ടുക. 5ൻ്റെ കൂടെ എന്ത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് 615 കിട്ടുകയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ നമ്പർ എങ്ങനെ കണ്ടെത്താം? നമുക്കറിയാം ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിയാം അല്ലേ. സോ പ്രോഡക്റ്റിനെ ഒരു നമ്പർ കൊണ്ട്, ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അടുത്ത നമ്പർ കിട്ടും. ഇറ്റ് ഈസ് 615 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പർ കിട്ടും. അപ്പോൾ ഇവിടെ ഡിവിഷൻ ചെയ്ത് നോക്കുക. 615 ലോങ് ഡിവിഷൻ ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. ഓർ വേറെ മെത്തേഡ് ചെയ്യുന്നത്, നമ്മൾ ഈ 5 ഉണ്ടല്ലോ, ഫസ്റ്റ് നമ്പർ 6 ആണ്. 6ൽ എത്ര 5 ഉണ്ട്? ഒരു 5 ഉള്ളൂ. ആ 1 എഴുതി കൊടുത്തു. റിമൈൻഡർ 1 എന്ന് വെച്ചാൽ 5 കഴിഞ്ഞ് ഒരു നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 6 കിട്ടുക. സോ റിമൈൻഡർ 1. ആ 1ഉം നെക്സ്റ്റ് നമ്പർ 1 ആണ്. ആ രണ്ടും കൂടി ചേർന്ന് 11 എന്ന് വായിക്കാം. 11ൽ എത്ര 5 ഉണ്ട്? 2 5s. 2 5s are 10 അല്ലേ. 10 ആണ് 2 × 5. പക്ഷെ നമുക്ക് 11 ആണ് നമ്പർ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 എഴുതി കൊടുക്കാം. 10 2 × 5 is 10. നമുക്ക് 11 ആണ്. അപ്പോൾ റിമൈൻഡർ 1 കിട്ടും. 2 നമുക്ക് 10 കഴിഞ്ഞ് ഒരു നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 11 കിട്ടുക. അപ്പോൾ റിമൈൻഡർ 1. ആ 1ഉം ഈ 5ഉം കൂടി ചേർന്നാൽ 15 എന്ന് വായിക്കും. 15ൽ 5 3 times ആണ്. ഓക്കെ, സോ 123 is the quotient here. സോ ഇവിടെ 5 into dash equals 615. അപ്പോൾ ഈ നമ്പർ കണ്ടെത്താൻ എന്ത് ചെയ്തു? നമ്മൾ ഈ പ്രോഡക്റ്റിനെ ഇതിലൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്പർ കിട്ടി, ദാറ്റ് ഈസ് 123. അപ്പോൾ ഇവിടുത്തെ നമ്പർ 123 ആണ്. പക്ഷെ ഇവിടെ നമ്പർ എന്താണെന്ന് കണ്ടെത്താനല്ല പറഞ്ഞിട്ടുള്ളത്. ആ നമ്പറിൻ്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും ആൻസർ എന്ന് ചോദിക്കുന്നത്. 6 into dash, ആ നമ്പർ എന്താണ്? 6 into 123 ചെയ്ത് നോക്കണം. സോ 123 into 6. 3 into 6 is 18. 8 എഴുതി, 1 ക്യാരി ഓവർ ചെയ്തു. ദെൻ 2 into 6 12 ആണ്. 12 plus 1 is 13. Again 1 carry over. 1 into 6 is 6. 6 plus 1 7. 738. So answer is 738. So what is 6 times that number ചോദിച്ചാൽ വാട്ട് ഈസ് എന്ന് വെച്ചാൽ ഈക്വൽ ടു, ആൻസർ എന്താണ് ചോദിക്കുന്നത്. സോ ആൻസർ ഈസ് 738.